ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനമായ സീഡിറ്റിലും സാംസ്കാരിക വകുപ്പിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം സീഡിറ്റിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പ്രോജക്റ്റ് സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് മാക്സിമം 36 വയസ്സ് വരെയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ്. കൂടാതെ IT റിലേറ്റഡ് പ്രോജക്ട്സിലുള്ള 1 വർഷത്തെ സൂപ്പർവൈസറി എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 24,800 രൂപയാണ് ലഭിക്കുന്നത്. 1 വർഷത്തേക്കുള്ള നിയമനമാണ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പ്രോജക്റ്റ് അവസാനിക്കുന്നത് വരെയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സെലക്റ്റഡ് ആവുന്ന ഉദ്യോഗാർത്ഥികൾ ജോയിനിങ് സമയത്ത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. www.careers.cd.org എന്ന വെബ്സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിലേക്ക് ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റിമേഷൻ ഇമെയിൽ വഴി അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 2, 2024 വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് സാംസ്കാരിക വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള കലാ കരകൗശല പൈതൃക ഗ്രാമങ്ങളുടെ പരിപോഷണത്തിനായി നടപ്പാക്കി വരുന്ന ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിക്കായി പ്രോജക്റ്റ് കോർഡിനേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. ആദ്യം 6 മാസത്തേക്കും പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ തുടർന്ന് പദ്ധതി പൂർത്തീകരണം വരെയും സേവനം ആവശ്യമായി വരുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും എഞ്ചിനീയറിംഗ് അഥവാ ശാസ്ത്ര വിഷയങ്ങളിൽ 60%, ഭാഷാ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ 50%-ലും കുറയാത്ത മാർക്കോടെ നേടിയ ബിരുദമാണ്. അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും 50%-ൽ കുറയാതെ മാർക്കോട് നേടിയ MBA ബിരുദം ഉണ്ടായിരിക്കണം. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നേടിയ PGDC അല്ലെങ്കിൽ DCA യോഗ്യതയും അഥവാ തത്തുല്യ യോഗ്യതയുമാണ്. കൂടാതെ സർക്കാർ, പൊതുമേഖല, സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമാന തസ്തികകളിൽ ഏകോപന ചുമതലയിൽ കുറയാത്ത 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കലാ കരകൗശല നിർമ്മാണ വിപണന രംഗത്ത് കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തതിലുള്ള പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 1/1/2024 35 വയസ്സ് കവിയാൻ പാടില്ല. പ്രതിമാസ ശമ്പളം 30,000 രൂപയും കൂടാതെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നടത്തുന്ന യാത്രകൾക്ക് യാത്രാപടി അനുവദിക്കുന്നതാണ്. അപ്പോൾ എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷകർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം കിഴക്കേക്കോട്ട അനന്തവിലാസത്തിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റിൽ 2/8/2024 വൈകിട്ട് 5 മണിക്കകം അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.